ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ അലീനയും പൗലോസേട്ടനും കൂടെ കിച്ചണിൽ നിന്ന് വഴക്കായി. ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയുന്നതിനെതിരെ അലീനയും അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന മട്ടിൽ പൗലോസും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടാണ് നമ്മുടെ വല്യപ്പച്ചൻ അങ്ങോട്ട് വരുന്നത്. എന്താ അവിടെ പ്രശ്നം എന്ന് അന്വേഷിച്ച് വന്ന വല്യപ്പച്ചനോട് അലീന പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾ വെറുതെ പാഴാക്കി കളയാണെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, എന്താ പൗലോസേ, നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് അലീനയെ വിളിച്ചുകൊണ്ട് വല്യപ്പച്ചൻ അവിടെ നിന്നും പോയി. അങ്ങനെ വല്യപ്പച്ചൻ അലീനയോട് പറയാണ്, നീ എന്തിനാ ഇതിലൊക്കെ കയറി ഇടപെടുന്നത്? നിനക്ക് ഇതൊന്നും വലിച്ച് തലയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ താഴെ തട്ടിലുള്ളവരുടെ ഇടയിൽ പോയി നിന്ന് സംസാരിച്ച് അവരും നമ്മളും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലൊന്നും കയറി ഇടപെടണ്ടെന്ന് വല്യപ്പച്ചൻ അലീനയോട് പറയാണ്. അതൊന്നും നമ്മുടെ ലാലിച്ചന് ഇഷ്ടമാവില്ല എന്നും അലീനയോട് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അലീന പറയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. എല്ലാം അറിയാവുന്ന മട്ടിൽ നടക്കും, പക്ഷെ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും അഴിമതി നടക്കുന്നതെന്നും അലീന പറയുന്നു. ചെറിയ നിസ്സാര സ്ഥലമായ അടുക്കളയിൽ ഇത്രയും വലിയ അഴിമതി നടക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ സ്ഥിതി എന്താവെന്നും അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നു. ഇതേസമയം അടുക്കളയിൽ ആൻ്റപ്പനും ഡ്രൈവറും പൗലോസും കൂടെ അലീനയ്ക്കെതിരെയുള്ള ഗൂഢാലോചന നടത്തായിരുന്നു. പൗലോസിനാണെങ്കിൽ അലീന തീരെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമേ അല്ല. കിച്ചൺ അയാളുടെ സ്വന്തം ഭരണപരിധിയിലുള്ളതാണെന്ന മട്ടിലാണ് അയാളുടെ നിൽപ്പ്. അങ്ങനെ പൗലോസ് അലീനയോടുള്ള ദേഷ്യം കൊണ്ട് കേണൽ സാറിൻ്റെ അടുത്ത്, ലാലിച്ചൻ്റെ അടുത്ത് പോയി കണ്ട് അലീനയെക്കുറിച്ചുള്ള കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. പൗലോസ് നേരെ കേണൽ സാറിൻ്റെ അടുത്ത് പോയി പറയാണ്, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ പണിയിൽ അലീന കയറി ഇടപെടുകയാണ്. എനിക്ക് എൻ്റെ കൈ കെട്ടിവെച്ചതുപോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നും കേണൽ സാറിനോട് പറയുകയാണ് ചെയ്യുന്നത്. അലീന എന്ത് ചെയ്തെന്ന കേണൽ സാർ അന്വേഷിച്ചു. അങ്ങനെ പൗലോസ് ലാലിച്ചനോട് പറയാണ്, ഇതുവരെ എൻ്റെ ഭക്ഷണത്തിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല, ഇതുവരെ ചോദ്യം ചെയ്യാനോ ഒന്നിനും വന്നിട്ടില്ല, കേണൽ സാർ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പം മകൾ വന്നിട്ട് എൻ്റെ കൈ കെട്ടി വെച്ചതുപോലെയാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും കേണലിനോട് പറഞ്ഞു. പുഴുവരിച്ച 2 തക്കാളിയും 4 ഉള്ളിയും കേടുവന്ന 4 ഉള്ളിയും ഞാൻ ഒഴിവാക്കിയതിനെതിരെയാണ് അലീന തന്നെ ഇങ്ങനെ പറയുന്നതെന്നും കേണലിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഇഷ്ടമില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പൊക്കോളാമെന്നും തനിക്ക് വേറെ പണി എവിടെയെങ്കിലും കിട്ടുമെന്നും പൗലോസ് കേണലിനോട് പറഞ്ഞു. ഉടനെ കേണൽ പറഞ്ഞു, ഞാൻ അലീനയോട് സംസാരിക്കാം, നീ ഇപ്പോൾ ജോലി ചെയ്തോ, അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യട്ടെ എന്ന് പൗലോസ് എടുത്തു ചോദിച്ചു. അതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് നമ്മുടെ ലാലിച്ചൻ പറഞ്ഞു. അങ്ങനെ പൗലോസ് അടുക്കളയിലേക്ക് പോയി. അങ്ങനെ ഈ പൗലോസ് പറഞ്ഞത് കേട്ട് ദേഷ്യം പിടിച്ച് സ്റ്റാലിൻ ജോസഫ് അലീനയോട് ചോദിക്കാൻ ചെല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് അലീനയോട് ചോദിക്കുക, നീ എന്തിനാ കിച്ചണിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുതരൂലേ, എന്തിനാ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് സ്റ്റാലിൻ ജോസഫ് ചോദിക്കുകയാണ്. ഉടനെ അലീന ചോദിച്ചു, ഇവിടെ ഇന്ന റൂമിൽ ഇന്ന സ്ഥലത്ത് ആർക്കും ചെല്ലരുത് പോവരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അലീന സ്റ്റാലിൻ ജോസഫിനോട് ചോദിച്ചു. അവർ ഇവിടെ പണ്ടേ പണി ചെയ്യുന്ന പണിക്കാരല്ലേ, നീ എന്തിനാ അവരുടെ കാര്യത്തിൽ പോയി ഇടപെടുന്നേ? ഇക്കണക്കിനാണ് അവരുടെ പോക്കെങ്കിൽ അവരുടെ ജോലി അവർ തന്നെ കളയും, അലീന പറഞ്ഞു. ഉടനെ സ്റ്റാലിൻ ജോസഫ് പറഞ്ഞു, ഞാൻ കൊടുത്ത ആളുടെ പണി കളയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവിടെ അവകാശമുള്ളത്? കേട്ടുകൊണ്ട് വന്ന വല്യപ്പച്ചൻ പറഞ്ഞു, എനിക്കല്ല. അലീന പറഞ്ഞു, അയാളുടെ സ്വഭാവം കൊണ്ട് അയാളുടെ പണി അയാൾ തന്നെ കളയുമെന്നാണ് ഞാൻ പറഞ്ഞേ. പൗലോസ് പറഞ്ഞത് കേട്ട് ലാലിച്ചനും അലീനയെ ശകാരിക്കുന്ന പോലെയായി പിന്നീടുള്ള സംസാരം. ഉടനെ അലീന പറഞ്ഞു, ഭക്ഷണം വെറുതെ കളയരുത്, അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, പണിക്കാരുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, സ്റ്റാലിൻ ജോസഫ് പറഞ്ഞു. അലീന പിന്നെയും പൗലോസിൻ്റെ നടപടിയെ എതിർത്തപ്പോൾ സ്റ്റാലിൻ ജോസഫ് പറഞ്ഞു, ഇക്കണക്കിനാണ് നിൻ്റെ നടപടിയെങ്കിൽ നീ ഇവിടെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നിൻ്റെ വിചാരം? അങ്ങനെ അലീന പറഞ്ഞു, താൻ പൊക്കോളാം, തനിക്ക് വണ്ടിക്കൂലി തന്നാൽ മതി, അല്ലെങ്കിൽ വല്യപ്പച്ചൻ പുനലൂർ പോകുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാൽ മതി. ഇത് കേട്ട് ദേഷ്യം പിടിച്ച് സ്റ്റാലിൻ ജോസഫ് അവിടെ നിന്നും പോയി. വല്യപ്പച്ചൻ പറഞ്ഞു, നീ എന്തിനാ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? അലീന പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യുക, ജോലിക്കാരൻ പറയുന്നത് കേട്ട് അത് ശരിയോ തെറ്റോ എന്ന് പോലും അന്വേഷിക്കാതെ തൻ്റെ അടുത്ത് ചൂടാവാൻ വന്നാൽ താൻ എന്താ ചെയ്യണ്ടേ?
ലാലിച്ചന് മാത്രമല്ല തനിക്കും കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, അലീന പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വല്യപ്പച്ചൻ ഒറ്റയ്ക്ക് പറഞ്ഞു, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ വന്ന് പെടാൻ. അങ്ങനെ നമ്മുടെ സ്റ്റാലിൻ ജോസഫ് പിറ്റേ ദിവസം എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അപ്പച്ചനോട് അലീനയെ കൂടെ വിളിക്കാൻ പറഞ്ഞു. ഒന്ന് പുറത്തിറങ്ങി വരാമെന്ന് പറഞ്ഞു. വല്യപ്പച്ചൻ വന്ന് വിളിച്ചപ്പോഴും അലീന പോയില്ല. അലീന വരുന്നില്ലെന്ന് വല്യപ്പച്ചൻ ചെന്നുങ്ങാണ്ട് സ്റ്റാലിൻ ജോസഫിനോട് പറഞ്ഞു. എന്നാൽ അപ്പച്ചൻ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഉടനെ തന്നെ വല്യപ്പച്ചൻ പറഞ്ഞു, ഓ ഞാനില്ല, നീ പോയിട്ട് വാ. അപ്പോൾ സ്റ്റാലിൻ പറയാ, രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണോ വിചാരം? അപ്പച്ചൻ പറയാ, നിന്നെ ആവുന്ന കാലത്ത് ഞാൻ ഒരുപാട് മത്സരിച്ച് തോൽപ്പിച്ചതാ, ഇപ്പോൾ എന്നെ കൊണ്ടാവില്ല. ഇത് കേട്ടപ്പോൾ സ്റ്റാലിൻ ജോസഫിന് ദേഷ്യം വന്നു. അദ്ദേഹം സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി. അതേസമയം കിച്ചണിൽ ജോലിക്കാർ ജോലി കഴിഞ്ഞ് പോവാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ വലിയ മീനും കൊണ്ട് വന്നത്. പൗലോസ് അടുക്കളയിലുണ്ടായിരുന്നു. അലീന ഭക്ഷണ സാധനങ്ങൾ കളയുന്നതിനെതിരെ പ്രതികരിച്ചപ്പോൾ അതിന് അലീനയോട് അവർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതിന് ഇന്ന് മീൻ കൊണ്ടുവന്നപ്പോഴും അവർ അലീനയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അലീന വരുമ്പോൾ അതും വെട്ടിയിട്ട് വലിയ വലിയ പീസ് തന്നെ കളയണം എന്ന മട്ടിലായിരുന്നു അവരുടെ നിൽപ്പ്. അപ്പോഴാണ് നമ്മുടെ അലീന അങ്ങോട്ട് വന്നത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, പൗലോസ് ചേട്ടാ ആ മീൻ വേഗം വെട്ടിക്കോ. അപ്പോൾ പൗലോസ് പറഞ്ഞു, മീൻ വെട്ടണമെങ്കിൽ ഞാൻ ആരൊക്കെ പേടിക്കണം? അലീന ഇതൊക്കെ കേട്ട് നോക്കി നിൽക്കുമായിരുന്നു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയണേ. ബാക്കി കഥ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.